നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തോന്നിയാൽ ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ്. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അച്ഛനെതിരെ തിരിഞ്ഞ് തനിക്ക് ഞെട്ടൽ ഉണ്ടാക്കിയെന്ന് ഗോകുൽ പറയുന്നു. എന്നാൽ പരിഹാസങ്ങളെ അദ്ദേഹം കാര്യമായി എടുക്കാറില്ലെന്നും സ്വന്തം വഴിവെട്ടിയാണ് അച്ഛൻ മുന്നോട്ട് പോകുന്നതെന്നും ഗോകുൽ പറഞ്ഞു. തനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തോന്നിയാൽ ഇറങ്ങുമെന്നും താരം വെളിപ്പെടുത്തി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഗോകുൽ പറഞ്ഞത്. ആദ്യ തവണ മത്സരിക്കുമ്പോൾ തൃശൂർ അച്ഛൻ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അന്ന് എടുത്തില്ല. ഇതാണ് അതിന്റെ സമയം. ചവിട്ടി കിട്ടി താഴെ കിടക്കുന്ന ആൾ കയറി വരുമ്പോൾ ആണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും വകയുള്ളത്. അടികൊടുത്തിരുത്തിയ ജനങ്ങൾ തന്നെ അച്ഛനെ ഉയർത്തി. ആ രണ്ട് എക്സ്പീരിയൻസും അച്ഛന് വിധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. സിനിമയിൽ അഭിനയിക്കുമ്പോൾ അച്ഛൻ നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നേരെ തിരിഞ്ഞു. ഇന്ത്യ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ രാഷ്ട്രീയത്തിൽ വരേണ്ടതല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യം എനിക്ക് ഷോക്കായിരുന്നു. പിന്നെ മനസ്സിലായി അച്ഛന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. ആരെ വേണമെങ്കിലും സ്വിച്ച് ഇട്ടതുപോലെ നല്ലവനാക്കാം, മോശക്കാരനുമാക്കാം. അച്ഛന് ഒന്നും ഒരു വിഷയമല്ല. ആരെന്ത് പറഞ്ഞു, പറഞ്ഞില്ല, സപ്പോർട്ട് ചെയ്തു, സപ്പോർട്ട് ചെയ്തില്ല, സ്നേഹിതൻ കുറ്റം പറഞ്ഞോ, ശത്രു നല്ലത് പറഞ്ഞോ, ഇങ്ങനെ ഒന്നും അച്ഛൻ ചിന്തിക്കാറില്ല. അച്ഛൻ അദ്ദേഹത്തിന് ഒരു തനി വഴി വെട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായി വന്നാൽ പ്രായവും പക്വതയും എനിക്ക് വന്നെന്ന് തോന്നിയാൽ ഞാനും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേക്കാം. അത് ഈ രാഷ്ട്രീയം തന്നെ ആയിരിക്കണമെന്ന നിർബന്ധവുമില്ല. രാജ്യത്തിന് ഗുണകരമാവുന്ന ഒരാളായി ഞാൻ വരണമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. നിലവിൽ അങ്ങനെ ഒരു വിചാരമില്ല എന്നാണ് ഗോകുൽ സുരേഷ് പറഞ്ഞത്. അതിനിടെ പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭനെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. കേന്ദ്രമന്ത്രിയായ ശേഷം കണ്ണൂരിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു സുരേഷ് ഗോപി. വള്ളത്തോളിന്റെ കവിത പാടിയാണ് ടി പത്മനാഭൻ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. ഈ വെള്ളത്താടിയുടെ രഹസ്യം എന്താ എന്നത് പത്മനാഭൻ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി മറുപടിയെ നൽകിയത് ഒരു സിനിമാ കഥയും. ഗോകുലം ഗോപാലൻ നിർമ്മാണം ചെയ്യുന്ന തന്റെ പുതിയ സിനിമയിൽ പത്മനാഭസ്വാമിയുടെ വേഷമാണ്. സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഫിക്സ് ചെയ്താൽ പോരെ എന്ന് കൗതുകത്തോടെ തിരികെ പത്മനാഭൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി സുരേഷ് ഗോപി പുഞ്ചിരിയോടെ പറഞ്ഞു, അത് പറ്റില്ല, പത്മനാഭസ്വാമിയുടെ വേഷമാണ്, ഒറിജിനൽ തന്നെ വേണമെന്ന്. അതിനിടെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും എല്ലാവരെയും പോലെ കാണാൻ ശ്രമിക്കണമെന്നും താൻ സുരേഷ് ഗോപിയോട് പറഞ്ഞതായി ടി പത്മനാഭൻ പറഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. പക്ഷേ ജയിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം BJPയുടെ മന്ത്രിയല്ല, ജനങ്ങളുടെ മന്ത്രിയാണെന്ന് പറഞ്ഞപ്പോൾ അത് പറയേണ്ട കാര്യമുണ്ടോ? താൻ അതുമാത്രമേ ചെയ്യൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. 2 വകുപ്പുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതിനുള്ള സന്മനസ്സും അദ്ദേഹത്തിനുണ്ട്. സഖാവ് P കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള പുസ്തകം സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചതായും പത്മനാഭൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.